ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഫസ്റ്റ് മെഷറാണ്. ഓക്കെ, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ആവറേജ്. ആവറേജിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ്. 3 ഡിവിഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ, പൊസിഷണൽ, മിസ്ലേനിയസ്, അങ്ങനെ 3 ഡിവിഷൻസ് ഉണ്ട്. 3 മെയിൻ ഡിവിഷൻസ്, അതായത് ടൈപ്സ് ഓഫ് ആവറേജസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പിലെ ആവറേജാണ് ഉള്ളത്. മാത്തമാറ്റിക്കൽ ആവറേജ്, പൊസിഷണൽ ആവറേജ് ആൻഡ് മിസലേനിയസ് ആവറേജ്. മാത്തമാറ്റിക്കലി ഉള്ള ആവറേജസ് ഉണ്ട്, പൊസിഷൻ്റെ ബേസിലുള്ള ആവറേജ്, ബാലൻസ് ഉള്ള എല്ലാ ആവറേജസ് എല്ലാം കൂടെ ലാസ്റ്റ് മിസ്ലേനിയസ് ആവറേജസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈപ്പാണ് മാത്തമാറ്റിക്കൽ ആവറേജ്. ആ മാത്തമാറ്റിക്കൽ ആവറേജിൽ 3 ടൈപ്സ് ഓഫ് ആവറേജാണ് മെയിനായിട്ടുള്ളത്. അരിത്തമെറ്റിക് ആവറേജ് ഓർ അരിത്തമാറ്റിക് മീൻ, സെക്കൻഡ് വൺ ജിയോമെട്രിക് മീൻ ആൻഡ് ലാസ്റ്റ് വൺ ഹാർമോണിക് മീൻ. അങ്ങനെ 3 മാത്തമാറ്റിക്കൽ ആവറേജസ് ആണുള്ളത്. ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അരിത്തമെറ്റിക് ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അരിത്തമെറ്റിക് മീന് 3 ടൈപ്സ് ഓഫ് സീരീസസ് ഓഫ് ഡേറ്റാസ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂവസ് സീരീസ്. അതായത് നമ്മൾ കണ്ടെത്തുന്ന ഒബ്സർവേഷൻസ്, അതിനെ ഓരോന്നിലും അരിത്തമെറ്റിക് മീൻ, ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആൻഡ് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇന്ന് ഒരേ ഒന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് എണ്ണം നമ്മൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നും. സോ നമ്മൾ ഇന്ന് അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. An arithmetic average may be defined as the quantity obtained by dividing the total of the values of a variable by the total number of their observations or items. അരിത്തമെറ്റിക് ആവറേജിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണ് ക്വാണ്ടൈൻഡ് ഒബ്റ്റൈൻഡ് ബൈ. ക്വാണ്ടൈൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഡിവൈഡിങ് ബൈ നമ്പർ ഓഫ് സംതിങ് എന്നാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു എമൗണ്ടിൻ്റെ, ടോട്ടൽ എമൗണ്ടിൻ്റെ, ആ എമൗണ്ടിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, എത്ര നമ്പർ ഓഫ് ഐറ്റംസ്, ടോട്ടൽ നമ്പേഴ്സ് എത്ര എണ്ണമുണ്ടോ അതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെയാണത് നമ്മുടെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒബ്സർവേഷൻസ്, ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മുടെ നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ഓരോ ഡേറ്റയെയും കളക്ട് ചെയ്തതിന് ശേഷം ടേബിളിലേക്ക് മാറ്റിയതിന് ശേഷം അതിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ പറയുന്നത്? ആ ഡേറ്റയെല്ലാം നമ്മൾ സാമ്പിൾസിൽ നിന്നും നമ്മുടെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് ടേബിളിലേക്ക് റെപ്രസെൻ്റ് ചെയ്താൽ അതിന് പറയുന്ന പേരെന്താണ്? ഒബ്സർവേഷൻസ്. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒബ്സർവേഷൻസിൻ്റെ നമ്മുടെ ഡേറ്റയെ എന്താ പറയുന്നത്? ഒബ്സർവേഷൻസ്. ആ ഒബ്സർവേഷൻസിനെ എല്ലാത്തിൻ്റെയും ആകെ തുകയെ, അതായത് ആ ഒബ്സർവേഷനെ ഫുള്ളായിട്ട് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ആ ടോട്ടൽസിനെ, ആ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ട്? എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സാമ്പിൾസിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് അരിത്തമെറ്റിക് മീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കളക്ട് ചെയ്ത ഫുൾ ഡേറ്റയെ എന്താ പറയുന്നത്?
ഒബ്സർവേഷൻസ്. ടേബിളിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ പേരാണ് ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? ഒബ്സർവേഷൻ്റെ ഫുൾ ടോട്ടൽ ആദ്യം എടുക്കുന്നു. എല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ട്? എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടോ, എത്ര എണ്ണമുണ്ടെന്ന് വെച്ചാൽ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നോക്കാം അടുത്ത പാരഗ്രാഫിൽ എന്താണ് അരിത്തമെറ്റിക് മീനിനെ പറ്റി വീണ്ടും പറഞ്ഞിരിക്കുന്നത്. Arithmetic mean is supposed to be the most popular and common type of all the average cited above. Its value is obtained by adding together all the values of a variable and dividing it by the total number of items. This average is so popular because it satisfies most of the requisites of an ideal average such as simplicity, rigidity, etc. ഇത് വീണ്ടും നമ്മൾ ആ ഡെഫിനിഷനെ ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ. അരിത്തമെറ്റിക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെന്ത് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളതാണ്. കാരണം എന്താണ്? സാധാരണഗതിയിലുള്ള എല്ലാ ബെസ്റ്റ് ആവറേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉൾക്കൊള്ളുന്ന ഒന്നാണ് അരിത്തമെറ്റിക് മീൻ. ഇനി നമുക്കതിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് കിടക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഒബ്സർവേഷൻസിനെ 3 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റാസിനെ എല്ലാം ടേബിളിലേക്ക് മാറ്റി ഫുൾ ഡേറ്റയും സാമ്പിളിൽ നിന്നും കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് ടേബിളിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡേറ്റാസിനെ നമുക്ക് 3 തിരിക്കാം. ടേബിളിലേക്ക് മാറ്റി കഴിയുമ്പോൾ ആ ഡേറ്റാസിൻ്റെ നേച്ചർ വെച്ച് അങ്ങനെയുള്ള ഒബ്സർവേഷൻസിനെ നമുക്ക് 3 തിരിക്കാം. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂവസ് സീരീസ്. അങ്ങനെ 3 സീരീസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓരോ സീരീസിലും എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അരിത്തമെറ്റിക് മീനോ എന്തുമായിക്കോട്ടെ, ഏത് ആവറേജ് ആയിക്കോട്ടെ, നമ്മൾ എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അവിടെ എന്ത് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഇൻഡിവിജ്വൽ സീരീസ് ആണോ, ഡിസ്ക്രീറ്റ് സീരീസ് ആണോ, കണ്ടിന്യൂസ് സീരീസ് ആണോ. അപ്പോൾ ഓരോ സീരീസിലും അരിത്തമെറ്റിക് മീന് ഡയറക്റ്റ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ ഏതിൻ്റെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് സീരീസിലുള്ളതാണ്, ഏത് ഒബ്സർവേഷൻസ്, ഏത് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഇതിനകത്ത്, ഏതാണ്, ഇൻഡിവിജ്വൽ ആണോ, ഡിസ്ക്രീറ്റ് ആണോ, കണ്ടിന്യൂവസ് ആണോ. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ദിവസം പറയണ്ട. ഇൻഡിവിജ്വൽ സീരീസ് എന്താണെന്ന് പറയാം. ഇൻഡിവിജ്വൽ സീരീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ. Individual observations means individual series where frequencies are not given. The process of computing mean in this case is very simple. Add together the various values of the variable and divide the total so obtained by the number of items. Arithmetic mean can be calculated by either by direct method or shortcut method. Individual series എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 50 സാമ്പിൾസ് ആണുള്ളത് അല്ലേ. അപ്പം 50 പേര് എന്താണ് 50 സാമ്പിൾസ്. ആ 50 സാമ്പിളുകളിൽ നിന്ന് ഞാൻ ഡേറ്റാസ് സ്വീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ എത്ര ഡേറ്റാസ് ഉണ്ട്? 50 ഐറ്റംസ്, 50 ഒബ്സർവേഷൻസ് ഉണ്ടല്ലേ. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ പ്രകാരം നമുക്ക് ഡേറ്റാസ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് ടാബുലേഷനിലേക്ക് മാറ്റണം അല്ലേ. ക്ലാസിഫൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ എനിക്ക് ഓരോരോ ഗ്രൂപ്പുകളാക്കി മാറ്റാം അല്ലേ. അങ്ങനെ വരുമ്പോൾ അതിനെല്ലാം വീണ്ടും ഒരു ഗ്രൂപ്പിനകത്ത് ഇത്ര എണ്ണം, ഒരു ഗ്രൂപ്പിനകത്ത് ഇത്ര എണ്ണം, അങ്ങനെ ഫ്രീക്വൻസീസ് കാണുമായിരിക്കും അല്ലേ. അങ്ങനെ ഒന്നുമില്ലാതെ ഈ 50 സാമ്പിളിലെയും ഡേറ്റ അതേപോലെ തന്നെ ഒരു ടേബിളിനകത്തോട്ട് അങ്ങ് നൽകുകയാണെങ്കിൽ,
ഫുൾ ഡേറ്റയും പരത്തി അങ്ങ് നൽകുകയാണെങ്കിൽ അതിനെയാണെന്ത് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. അതായത് സാമ്പിൾസിനെ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാതെ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഡേറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ക്ലാസിഫൈ ചെയ്തെടുത്തിട്ടില്ല, സബ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല സാമ്പിൾ ഡേറ്റയുടെ ഇടയിൽ. ആ കിട്ടിയിരിക്കുന്ന ഡേറ്റ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ആണ് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളൊരു ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഇനി അത് ഡയറക്റ്റ് മെത്തേഡിലൂടെയോ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയും 2 മെത്തേഡ്സിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്കിനി നോക്കാം. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡിവിജ്വൽ സീരീസിനകത്ത് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതുകൊണ്ട് നോക്കൂ, അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ദ ടേംസ് ആർ ആഡഡ് ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ടേംസ്. അതായത് 50 ഒബ്സർവേഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, അതെല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് സാമ്പിൾസ്, 50 നമ്പർ ഓഫ് സാമ്പിൾസ്. അത് സിംബോളിക്കലി എഴുതി നോക്കുക. എക്സ് ബാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അരിത്തമെറ്റിക് മീനിനെ നമ്മൾ സിംബോളിക്കലി പറയുന്നത് എന്താണ്? എക്സ് ബാർ. എക്സിൻ്റെ മുകളിലൊരു വരയുണ്ടല്ലേ, എക്സ് ബാർ, അങ്ങനെയാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷൻ നോക്കൂ. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒബ്സർവേഷനുമാണ് അല്ലേ. നമ്മുടെ കയ്യിൽ 50 ഡേറ്റാസ് ഉണ്ട്, 50 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഒബ്സർവേഷൻ പ്ലസ് രണ്ടാമത്തെ ഒബ്സർവേഷൻ പ്ലസ് മൂന്നാമത്തെ ഒബ്സർവേഷൻ പ്ലസ് അപ് ടു xn, അതായത് എത്രയാണോ നമ്മുടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലേ, 50ാമത്തെ ഒബ്സർവേഷൻ വരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടലായിട്ട് കണ്ടുപിടിച്ച് ഡിവൈഡഡ് ബൈ n. ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ സാമ്പിൾ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 50 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 50 ആണെന്ത് അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്ക് ഇക്വേഷൻ സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ കണ്ടോ, ആ സൈന് സിമ്പിൾ എന്താണ്? സിഗ്മ എന്ന് പറഞ്ഞത്. സിഗ്മ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് സം ഓഫ് എക്സ് വാല്യൂസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സം ഓഫ് എക്സ് വാല്യൂ. എക്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്ത് വാല്യൂസിനെയാണ്? ഓരോ ഒബ്സർവേഷൻസിനെയാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പം സിഗ്മ എക്സ് എന്ന് വെച്ചാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്, എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും ടോട്ടൽ എടുക്കുക, ഡിവൈഡഡ് ബൈ എൻ. എൻ എന്തിനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ്. എക്സ് ബാർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള സ്റ്റെപ്സ് നോക്കാം. 3 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആഡ് ടുഗെദർ ഓൾ ദി വാല്യൂസ് ഓഫ് വേരിയബിൾ എക്സ് ആൻഡ് ഒബ്റ്റെയിൻ സിഗ്മ എക്സ്. ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സിഗ്മ എക്സ് ആണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദി ഒബ്സർവേഷൻസ് എന്ന് വെച്ചാൽ എന്താ? തന്നിട്ടുള്ള എല്ലാ ഒബ്സർവേഷൻസിനെയും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് കിട്ടും. ഇനി എന്ത് ചെയ്യണം? അതിനെ സിഗ്മ എക്സിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കൗണ്ട് ദി നമ്പർ ഓഫ് വാല്യൂസ്. എൻ വാല്യൂസ് എത്ര എണ്ണമുണ്ട്, എത്ര എണ്ണം ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നോക്കുക. മൂന്നാമതോ ഡിവൈഡ് ദ ടോട്ടൽ ഓഫ് ദ വേരിയബിൾ ബൈ ദി നമ്പർ ഓഫ് ഐറ്റംസ്. ദിസ് ഈസ് അരിത്തമെറ്റിക് മീൻ.
ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, സിഗ്മ എക്സിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലെ അരിത്തമെറ്റിക് മീനിൻ്റെ എന്ത് കിട്ടും, അരിത്തമെറ്റിക് മീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം നോക്കാം. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നോക്കുക, റോൾ നമ്പേഴ്സാണ് ഇവിടെ തന്നേക്കുന്നത്. 10 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ആ 10 പേർക്കും കിട്ടിയിരിക്കുന്ന മാർക്കുകളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എത്ര സാമ്പിൾസ് ഉണ്ടോ അത്രയും സാമ്പിൾസിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി കളക്ട് ചെയ്ത മാർക്കുകളാണ് ഇത്. ഇത് ക്ലാസിഫൈ ചെയ്യാതെ ടേബിളിലേക്ക് വരുത്തിയാൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയും? ഇൻഡിവിജ്വൽ സീരീസ്. ഇതിനെല്ലാം കൂടെ ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ച് 30 മാർക്ക് കിട്ടിയവരുടെ ഗ്രൂപ്പ്, 40 മാർക്ക് കിട്ടിയവരുടെ ഗ്രൂപ്പ് എന്നും പറഞ്ഞ് തരം തിരിച്ച് എഴുതുവാണെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റും? അത് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് വെച്ചാൽ സാമ്പിളിൽ നിന്ന് കിട്ടിയ അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുക. ക്ലാസിഫൈ ചെയ്യാതെ ടാബുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്? ഇൻഡിവിജ്വൽ സീരീസ്. കണ്ടോ, ഓരോ റോൾ നമ്പറിനും കിട്ടിയ മാർക്കുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം മാർക്കുകൾ നോക്കൂ, എല്ലാവരുടെയും നമുക്ക് തന്നിട്ടുണ്ട്. 10 പേരുടെയും മാർക്കുകളുണ്ട്. റോൾ നമ്പർ 1-ന് 30, റോൾ നമ്പർ 2 40, 3 50, 4-ന് 60, 5-ന് 70, 6-ന് 80, 7-ന് 15, 8-ന് 70, 9-ന് 90 ആൻഡ് 10-ന് 50. ഇത്രയും മാർക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട്, ഈ ഡേറ്റ വെച്ചിട്ട്, ഈ ഒബ്സർവേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കുട്ടികളുടെ 10 സാമ്പിളുകളുടെയും മാർക്കിൻ്റെ അരിത്തമെറ്റിക് മീൻ കമ്പ്യൂട്ട് ചെയ്യുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ആണോ ഒന്നും ക്വസ്റ്റ്യനകത്ത് അവർ പറയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏതാണ്? ഇത് ഏത് സീരീസിൽ പെടുന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 10 സാമ്പിൾസ് ഉണ്ട്. 10 സാമ്പിൾസിൽ നിന്നും കളക്ട് ചെയ്തത് ക്ലാസിഫൈ ചെയ്യാതെ ടാബുലേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ തരികയാണെങ്കിൽ അതെന്താണ്? ഇൻഡിവിജ്വൽ സീരീസ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? ഡയറക്റ്റ് മെത്തേഡോ ഷോർട്ട് കട്ട് മെത്തേഡ്, ഏത് മെത്തേഡിൽ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് സ്പെസിഫൈ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ഡയറക്റ്റ് മെത്തേഡ് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലൂടെ ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഓരോ റോൾ നമ്പറിനും കിട്ടിയിരിക്കുന്ന കറസ്പോണ്ടിങ് മാർക്കുകൾ നമ്മൾ ടേബിളിലേക്ക് മാറ്റി. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അതിനകത്ത് നമ്മൾ സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ദി ഒബ്സർവേഷൻസ്. നമ്മുടെ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? മാർക്ക്. ഓക്കെ, അപ്പം മാർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒബ്സർവേഷൻ ആണ് എന്നുള്ളത് നിങ്ങളുടെ ആ കോളത്തിൽ തന്നെ നിങ്ങൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് വാല്യൂസ് ഏതൊക്കെയാണ്? 30, 40, 50, 60, 70, 80, 50, 70, 90 ആൻഡ് 50. ഇതാണ് എക്സ് വാല്യൂസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിഗ്മ എക്സ്, സം ഓഫ് എക്സ് വാല്യൂസ്. അപ്പോൾ എക്സ് വാല്യൂസിനെ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുക. 30 + 40 + 50 + 60 + 70 + 80 + 50 + 70 + 90 + 50. നിങ്ങൾ ടോട്ടൽ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 590. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ സിഗ്മ എക്സ് നമുക്ക് കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫൈ എൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇവിടെ ഉണ്ട്? എത്ര എണ്ണമുണ്ട്? 10 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ പ്രകാരം 10 ഇവിടുത്തെ എൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 590 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 10, 59 ആണ് നമ്മുടെ
അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ എന്തിൻ്റെ അരിത്തമെറ്റിക് മീൻ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ ഡയറക്റ്റ് മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അരിത്തമെറ്റിക് മീൻ. ഡയറക്റ്റ് മെത്തേഡിലൂടെ കണ്ടുപിടിച്ചാലും ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ കണ്ടുപിടിച്ചാലും ആൻസർ എപ്പോഴും നമുക്ക് സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് ആവറേജ് ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അടുത്ത വീഡിയോയിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഇൻ്ററാക്റ്റീവ് സെഷനിൽ വരുമ്പോൾ ഇതിൻ്റെ വീണ്ടും ഇല്ലസ്ട്രേഷൻസ് നമുക്ക് ചെയ്ത് നോക്കാം, പ്രോബ്ലംസും നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇന്ന് ഷെയർ ചെയ്ത വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.